36 വയസ്സുള്ള ഒരു ലേഡി. അപ്പോൾ അവർക്ക് ഇതുപോലെ ഈ ബട്ടക്സിൽ നിന്ന് തുടങ്ങി ഒരു വശത്ത് ബട്ടക്സിൽ നിന്ന് തുടങ്ങി കാലിലോട്ട് ഇറങ്ങുന്ന ഒരു വേദനയുണ്ടായി. MRIയിൽ കാര്യമായ ഡിസ്ക് ബൾജ് ഒന്നുമില്ല. പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പി എക്സസൈസൊക്കെ ചെയ്തിട്ട് ഈ വേദന മാറിയുമില്ല. അപ്പോൾ MRIയിലെ ഡിസ്ക് ബൾജ് ഇല്ലാത്തത് കൊണ്ട്, എന്നാൽ സയാറ്റിക്ക പോലത്തെ ഒരു വേദനയാണ്, ഇത് മാനസികമാണ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പെയിൻ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു കൺക്ലൂഷനിലാണ് രോഗിയെ ചികിത്സിച്ച ചില ആരോഗ്യ പ്രവർത്തകരും പിന്നെ രോഗിയുടെ റിലേറ്റീവ്സും ഒക്കെ വന്നെത്തിയ ഒരു കൺക്ലൂഷൻ തന്നെ ഒരുപക്ഷെ ഇനി ഇത് മാനസികമാണോ എന്നുള്ളതാണ്. പക്ഷേ ഈ കണ്ടീഷനെയാണ് നമ്മൾ പൈറിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ബട്ടക്സിലാണ് ഞാൻ ഈ പറഞ്ഞ പേശിയുള്ളത്, പൈറിഫോമിസ് പേശി. ആ പേഷ്യൻറ്റിനെ പരിശോധിച്ചപ്പോൾ ആ ബട്ടക്സ് ഭാഗത്തായിട്ട് നല്ല വേദനയുണ്ടായിരുന്നു. നമ്മൾ ആ പൈറിഫോമിസ് പേശിയുടെ അവിടെയായിട്ട് അമർത്തി പ്രസ് ചെയ്യുമ്പോൾ നല്ല വേദന, കാലിലോട്ട് ഇറങ്ങുന്ന വേദന അതേപടി അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ഈ പൈറിഫോമിസ് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് നമ്മൾ MRI എടുത്താലോ അൾട്രാസൗണ്ട് എടുത്താലോ ഒന്നും തന്നെ നമുക്ക് ഈ പൈറിഫോമിസ് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സത്യത്തിൽ ഏർലി സ്റ്റേജസിൽ വളരെ എളുപ്പമാണ്. ഈ പൈറിഫോമിസ് എന്ന് പറയുന്ന ആ മസിലിനെ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ, നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളും ഒക്കെ കഴിക്കുമ്പോൾ ഈ വേദന പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. പക്ഷെ കുറച്ച് അധികം കാലം ഇത് വേദന എന്താണെന്ന് മനസ്സിലാകാതെ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ സിവിയർ പെയിൻ ആയിരിക്കും, എക്സസൈസിലും മരുന്നുകളിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൻ്റെ സഹായത്തോടു കൂടി ഈ മസിൽ പൈറിഫോമിസ് എന്ന പേശിയെ മനസ്സിലാക്കി അതേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്കുള്ള ടാർഗറ്റഡ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. തരിപ്പിക്കുന്ന ലോക്കൽ അനസ്തെറ്റിക് മരുന്നും വേണ്ടി വന്നാൽ ചെറിയ ഡോസ് സ്റ്റീറോയിഡ്സ്, അത് നിർബന്ധമല്ല, നീർക്കെട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സ്റ്റീറോയിഡ്സും ഇട്ട് ഈ ഇഞ്ചക്ഷൻസിലൂടെ വളരെ എഫക്റ്റീവായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പെയിൻ റിലീഫ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പൈറിഫോമിസ് എന്ന് പറയുന്ന ഒരു പേശി, ആ പേശി വേദന, മസിൽ പെയിൻ സയാറ്റിക്ക പോലെ പ്രസൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.